നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് ഡേ 40 മുതൽ 43 വരെയുള്ള ദിവസങ്ങളിലെ പോർഷൻസ് ഇന്ന് റിവിഷൻ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് പരീക്ഷയൊന്ന് എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവുക. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 40 to 43 റിവിഷൻ എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. എ കങ്കണം, ബി കടകം, സി വലയം, ഡി കരരുഹം. രണ്ട്, ഇന്ത്യൻ വിദൂര സംവേദനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത്, ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചത് 1925 ബി, ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിച്ചത് 1966 സി, ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചത് 1970 ഡി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് NRSA എന്ന പേരിലാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകൾ വായിച്ചിട്ട് തെറ്റായത് കണ്ടെത്തുക. മൂന്ന്, ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമ ഉപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശകലനം ഏതാണെന്ന് കണ്ടെത്തുക. ആവൃത്തി വിശകലനം, ശ്രേണി വിശകലനം, പ്രസ്താവന വിശകലനം, രേഖാ വിശകലനം. 4, ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദന വർഗീകരണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ, ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ 2 തരംതിരിച്ചിരിക്കുന്നു. ബി, സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. സി, സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 5, ഭൂപടത്തിൽ പാറക്കൂട്ടങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്ന് കണ്ടെത്തുക. കറുപ്പ്, വെള്ള, ചുവപ്പ്, തവിട്ട്. 6, ചുവടെ തന്നിരിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹത്തിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക. 1, കാലിഫോർണിയ പ്രവാഹം, 2, പശ്ചിമവാത പ്രവാഹം, 3, ഹംബോൾട്ട് പ്രവാഹം, 4, ലാബ്രഡോർ പ്രവാഹം. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 7, ചുവടെ തന്നിരിക്കുന്നതിൽ വേലികൾ ഉണ്ടാകുന്നതിന് കാരണം കണ്ടെത്തുക. 1, സമുദ്രജലത്തിന് മേൽ സൂര്യനും ചന്ദ്രനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം. 2, ഭൂമിയുടെ ഭ്രമണം. 3, ഭൂമിയുടെ പരിക്രമണം. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 8, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ. 9, ബുൾസ് ഐ എന്ന പദം ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്, ഗോൾഫ്, ഷൂട്ടിംഗ്, കബഡി. 10, ചുവടെ തന്നിരിക്കുന്നതിൽ കളിക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള കായിക ഇനം ഏതാണെന്ന് കണ്ടെത്തുക. ക്രിക്കറ്റ്, വനിതാ ബാസ്കറ്റ്ബോൾ, റഗ്ബി. 11, ദിസ് ഈസ് ഡാഷ് ഓഫ് ദ 2 ബിൽഡിംഗ്സ്. ഓൾഡർ, ദ ഓൾഡർ, ഓൾഡസ്റ്റ്, ദ ഓൾഡസ്റ്റ്.
12. My uncle lives in the dash house. Nearest, near, next, nearer. 13. The baby walked slowly. In the sentence, slowly is adjective, adverb, pronoun, noun. 14. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് കണ്ടെത്തുക. 138, 124, 112, 154. 15. കുരുമുളകിലെ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഏതാണെന്ന് കണ്ടെത്തുക. പ്രോട്ടോസോവ, ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഇല്ലേ, കരരുഹമാണ് ഒറ്റയാൻ. കങ്കണം, കടകം, വലയം ഇതെല്ലാം വളയുടെ പര്യായ പദങ്ങളാണ്. കരരുഹം എന്നാൽ എന്താ? നഖം എന്നാണ് അർത്ഥം. 2. ഇന്ത്യൻ വിദൂര സംവേദനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ ആണ്. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചത് 1924. 3. ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമ ഉപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശകലനം ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ്, ആവൃത്തി വിശകലനം. 4. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദന വർഗീകരണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ്, സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനമാണ്. ഇവിടെ പ്രത്യക്ഷം എന്ന് തന്നേക്കുന്നത് അത് തെറ്റാണ്. 5. ഭൂപടത്തിൽ പാറക്കൂട്ടങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്ന് കണ്ടെത്തുക. ഡി, തവിട്ട് നിറമാണ് യൂസ് ചെയ്യുന്നത്. 6. ചുവടെ തന്നിരിക്കുന്നതിൽ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹത്തിൽ ഉൾപ്പെടാത്തത് 4 ആണ്, ലാബ്രഡോർ പ്രവാഹം. അപ്പൊ ഉത്തരം 4 മാത്രം, സി. 7. ചുവടെ തന്നിരിക്കുന്നതിൽ വേലികൾ ഉണ്ടാകുന്നതിനുള്ള കാരണം കണ്ടെത്തുക. സമുദ്രജലത്തിനു മേൽ സൂര്യനും ചന്ദ്രനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം, ഭൂമിയുടെ ഭ്രമണം. അപ്പൊ 1ഉം 2ഉം ആണ് ഉത്തരം. എ ആണ്, 1ഉം 2ഉം മാത്രം, 1ഉം 2ഉം മാത്രം. 8. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ്, ഡി, ഫുട്ബോൾ. 9. ബുൾസൈ എന്ന പദം ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുൾസൈ എന്ന പദം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സി. 10. ചുവടെ തന്നിരിക്കുന്നതിൽ കളിക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള കായിക ഇനം ഏതാണെന്ന് കണ്ടെത്തുക. റഗ്ബി. റഗ്ബിയിലെ 15 കളിക്കാരാണുള്ളത്. ഈ ലിസ്റ്റിൽ തന്നേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റഗ്ബിയിലാണ്, 15 കളിക്കാരാണ് റഗ്ബിയിലുള്ളത്. 11. ദിസ് ഈസ് ദ ഡാഷ് ഓഫ് ദ 2 ബിൽഡിങ്സ്. ദ ഓൾഡർ ആണ്, ദ ഓൾഡർ. ഓഫ് ദ 2 ബിൽഡിങ്സ്, ഓഫ് ദ 2 വരുമ്പോ ദ പ്ലസ് കമ്പാരേറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യാനുള്ളത്, ദ ഓൾഡർ. 12. മൈ അങ്കിൾ ലീവ്സ് ഇൻ ദ ഡാഷ് ഹൗസ്. പൊസിഷൻ പറയാൻ വേണ്ടിയിട്ടാവുമ്പോൾ നെക്സ്റ്റ് ആണ് യൂസ് ചെയ്യാനുള്ളത്, സി ആണ് ഉത്തരം. മൈ അങ്കിൾ ലീവ്സ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ്. 13. ദ ബേബി വാക്ക്ഡ് സ്ലോലി. ഇവിടെ സ്ലോലി എന്ന് പറയുന്നത് എന്താണ്? വാക്ക്ഡ്, വാക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോലി എന്ന് യൂസ് ചെയ്തത്. അപ്പൊ അതെന്തുവാ? ആഡ്വർബ് ആണ്, ബി. 14. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് കണ്ടെത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തന്നില്ലേ, അതിനകത്തെയാണ്, സി ആണ്, 112. 15. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ തന്നെന്നുള്ള ചോദ്യമാണ്. കുരുമുളകിലെ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഏതാണെന്ന് കണ്ടെത്തുക. ഫംഗസ് ആണ്, ഫംഗസ്. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ ഇനിയും വായിക്കാനുണ്ടെങ്കിൽ ഇന്ന് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ലത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം, അതായത്
നിങ്ങൾക്ക് ഏത് ഭാഗമാണോ മനസ്സിലാവാത്തത് നിങ്ങൾ സ്വയമേ അതൊന്ന് വിലയിരുത്തി അതൊന്ന് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ, അപ്പോൾ നമുക്ക് തെറ്റിയ പോർഷൻ അത് പഠിച്ച് അവിടെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളത് തെറ്റിക്കത്തില്ല. അതങ്ങനെയാണ്, നമ്മൾ തെറ്റിൽ നിന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി, എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ അറിവില്ലായ്മയിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ അറിവിലേക്ക് എത്തുക. അങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെറ്റ് ആവും. ബാക്കി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഉത്തരങ്ങളൊക്കെ കിട്ടിക്കോളും. അല്ലാതെ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാർക്കൊന്നും കിട്ടുന്നില്ല. ആദ്യം അങ്ങനെ മാർക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. എവിടെയാണോ നിങ്ങൾക്ക് തെറ്റിയത് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പം ഒരു ക്വസ്റ്റ്യൻ എനിക്കിപ്പം 10 ക്വസ്റ്റ്യൻ എഴുതിയില്ല 5 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പൊ 5 എണ്ണം തെറ്റിയില്ല, തെറ്റിയത് ഒന്നുകൂടെ എടുത്ത് പഠിക്കാം. ഇപ്പൊ ശരിയായത് കൂടി പഠിക്കാം. ശരിയായതിൽ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ഫാക്ട് മാത്രമേ അറിയത്തുള്ളായിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 1-2 ഫാക്ട്സ് പഠിക്കാം. അതുപോലെ അതിന്റെ ഓപ്ഷൻസിലെ ആ ഓപ്ഷൻസിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം.